എന്നോട് ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യം എൻ്റെ നേരിട്ടുള്ള സുഹൃത്തുക്കൾ അധികം ചോദിച്ചിട്ടില്ല. കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവരും ഒരേപോലെ. ബട്ട് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളും അനുജന്മാരുമാണ് ഈ ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ചേട്ടാ, എൻ്റെ പ്രണയം അങ്ങോട്ട് ശരിയാവുന്നില്ല, അത് ശരിയാവുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ അത് അവർ തിരിച്ചു വന്നാൽ മാത്രമേ അത് ശരിയാവൂ എന്നുള്ളൊരു അവസ്ഥ വരികയാണ്. എന്താ ചേട്ടാ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം. മൊത്തത്തിൽ നമ്മളൊരു വ്യക്തിയിലേക്ക് ഒരിക്കലും ഒതുങ്ങിപ്പോകാൻ പാടില്ല. ആ വ്യക്തി ഇൻ കേസ് നാളൊരു കാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും. പതിയെ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കും, പലതും സംഭവിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. സോ എപ്പോഴും ആ കാര്യം ശ്രദ്ധിക്കുക. പ്രണയം വെറും ഒരു പ്രണയമായിട്ട് വെറുതെ വിടുക. കൂടുതൽ അതിലേക്ക് ചികഞ്ഞ ആഴത്തിൽ ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ ഈ ഒരു തരം ട്രോമ അനുഭവിച്ച ഒരാളാണ്. ജീവിതത്തിൽ ഞാൻ സത്യസന്ധമായി പ്രണയിച്ച ആ വ്യക്തി തന്നെ എന്നെ മൂഞ്ചിപ്പിച്ചു. പിന്നീട് ആ ഒരു ട്രോമയിൽ നിന്ന് ഞാൻ വെളിയിൽ വരാനായിട്ട് ഓൾമോസ്റ്റ് 2 ഇയേഴ്സാണ് എടുത്തത്. അതായത് 2 വർഷം. ആ കനത്ത ഡിപ്രഷനിലും എല്ലാത്തിലൂടെയും കടന്നുപോയ ഞാൻ തിരിച്ച് പിടിച്ചത് തന്നെ വലിയൊരു കഷ്ടപ്പാടിലൂടെയും ഹാർഡ് വർക്കിലൂടെയാണ്. സോ പ്രണയം ഒഴിവാക്കി പണം സമ്പാദിക്കാൻ ശ്രമിക്കുക.